അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും റാഹത്തല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഒരു സ്വലാത്തിനെ കുറിച്ചാണ്. അതായത് ഇന്നത്തെ രാത്രി, ഇന്ന് 29-ാം രാവാണ് അല്ലേ? പുണ്യമാക്കപ്പെട്ട റമളാനിലെ 29-ാം രാവാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവാണ്. അപ്പോൾ ഇന്ന് രാവിലെ ആയിട്ട് ഞാൻ വീഡിയോയിൽ ചൊല്ലേണ്ട ദിക്റുകളും ആയത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കാത്തവർ കേട്ടതിൻ്റെ ശേഷമായിട്ട് സുബഹിൻ്റെ മുന്നേ ആയിട്ട് അതൊക്കെ ചെയ്യുക ഇൻഷാ അല്ലാ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു സ്വലാത്താണ്. സ്വലാത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സ്വലാത്ത് നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ? ഓരോ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ച് കിട്ടാൻ. അങ്ങനെ നമ്മൾ ഒരുപാട് ദിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടും ഒക്കെ നമ്മൾ ചൊല്ലി നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ രാവ് ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവാണ്. അപ്പോൾ ഈ പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്തും കൂടി നിങ്ങൾ അതിൽ ചൊല്ലുക. ഇന്നത്തെ രാവിലെ ഈ ഒരു സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് എങ്ങനെ വേണമെന്ന് വെച്ചാൽ, മുത്ത് റസൂലിനെ ഓർത്തുകൊണ്ട്, മുത്ത് റസൂലിനോട് ഉള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട്, ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്നതിന് മുന്നേ ആയിട്ടോ, അതായത് നമ്മളിപ്പം ഭക്ഷണമൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കുറച്ചൊരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈം ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈമിൽ, അതായത് മഗ്‌രിബ് ബാങ്കിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു മണിക്കൂർ മതി ഈ ഒരു സ്വലാത്ത് ഒരു 313 ചൊല്ലി തീർക്കാൻ. അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും ചൊല്ലി തീർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചൊല്ലുന്നതിനെ മുന്നേ ആയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പലവിധ തരത്തിലുള്ള ഓരോ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യം നിങ്ങൾ മനസ്സിലങ്ങോട്ട് നിയ്യത്താക്കുക. എന്നിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ 313 തവണ നിയ്യത്താക്കിയിട്ട് ആ ചൊല്ലാൻ വേണ്ടി തുടങ്ങിയ ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ 313 നിങ്ങൾ ചൊല്ലി തീർക്കുക. അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. റബ്ബേ, ഞാൻ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് നാളായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാഗ്രഹമുണ്ട്, അല്ലെ ഒരാവശ്യമുണ്ട്. ആ ഒരാവശ്യമൊന്ന് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്വലാത്ത് നിയ്യത്താക്കി ചൊല്ലിയത്. റബ്ബേ, നാളെ നേരം പുലരുമ്പോഴേക്കും എനിക്ക് ആ കാര്യം നടന്ന് കിട്ടി എന്നൊരു സന്തോഷ വാർത്ത എൻ്റെ മനസ്സിൽ നീ കേൾപ്പിച്ചു കൊണ്ട് എന്ന് അള്ളാഹിലേക്ക് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് കൽബ് തുറന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാ ആ കാര്യം നിങ്ങൾക്ക് അള്ളാഹു സലാമത്തിലാക്കി തരും, നാളെ നേരം വെളുക്കുന്നതിൻ്റെ മുന്നേ തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഗ്‌രിബ് ബാങ്കിൻ്റെ തൊട്ട് മുന്നേ, അല്ല എങ്കിൽ കിടന്നുറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് എത്രയും നല്ലത് നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലുന്നതിന് മുന്നേ ഇലാ ഹളറത്ത് റൂഹി മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ, എന്നിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ഇതേപോലെ 3 ഫാത്തിഹ ഓതുക. മനസ്സിലായില്ലേ? 3 ഫാത്തിഹ ഓതുക. അതുപോലെ തന്നെ ആ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് 3 ഖുൽ ഹുവല്ലാഹു അഹദ്, അത് കഴിഞ്ഞിട്ട് 3 ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, അത് കഴിഞ്ഞിട്ട് 3 ഖുൽ ഔദു ബിറബ്ബിൻ നാസ് ഓതുക. എന്നിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്ത് ഇതവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇത് മുത്ത് റസൂലിനെ ഇഷ്ടം വെച്ച് സ്നേഹിച്ചുകൊണ്ട്, മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട്, മദീനയിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് ഈ സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലിത്തീർക്കുക. എന്നിട്ട് നിങ്ങൾ ആ ദുആ ചെയ്യുക. നിങ്ങളെ മനസ്സിലുള്ള ആവശ്യമോ ആഗ്രഹമോ ഉദ്ദേശമോ എന്താ നിങ്ങളെ മനസ്സിലുള്ളത്, ആ ഒരു കാര്യം അങ്ങോട്ട് നിയ്യത്താക്കിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തോളി. ആ ദുആക്ക് അള്ളാഹ് ഉത്തരം നൽകും, ഉറപ്പാണ്. നേരം വെളുക്കും മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് കാര്യമാണോ ഈ സ്വലാത്ത് ചെല്ലുമ്പം മനസ്സിൽ നിങ്ങൾ വെച്ചിട്ടുള്ളത്, ആ കാര്യം അള്ളാഹു സലാമത്തിലാക്കി തരും. നമുക്ക് അള്ളാഹു ചൊല്ലാൻ തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ രാവിലെ തന്നെ ചൊല്ലണം കേട്ടോ, സുബഹിൻ്റെ ശേഷമോ അങ്ങനെയൊന്നുമല്ല. ഇന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ടൈമിൽ, തറാവി കഴിഞ്ഞിട്ടോ തറാവിൻ്റെ മുന്നേ ആയിട്ടോ നോമ്പ് തുറക്കുന്നതിന് മുന്നേ ആയിട്ടോ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടോ കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ടോ
ചൊല്ലുന്ന സമയത്ത് തനിച്ചിരുന്നു കൊണ്ട് തന്നെ ചൊല്ലാൻ നോക്കുക. കുറച്ച് സ്വലാത്ത് ചൊല്ലി കുറച്ച് സംസാരങ്ങളൊക്കെ സംസാരിച്ച് മക്കളോടൊക്കെ വർത്തമാനം പറഞ്ഞ് വീണ്ടും കുറച്ച് സ്വലാത്ത് ചൊല്ലി ആ രീതിയിലല്ല കേട്ടോ. ആ രീതിയിൽ ചൊല്ലിയാൽ ഇതുപോലെ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല, പെട്ടെന്ന് ഉത്തരം അള്ളാഹ് നൽകില്ല. അതുകൊണ്ട് 1 മുതൽ ഈ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി 313 എണ്ണവും വേറെ ഒന്നും സംസാരിക്കാതെ ഈ സ്വലാത്തിലേക്ക് മാത്രം മനസ്സ് കൊടുത്തുകൊണ്ട് ചൊല്ലാം. സ്വലാത്ത് അവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ സ്വലാത്ത് 11 എണ്ണം ചൊല്ലാം. എത്ര ചൊല്ലിയാലും നമുക്ക് മതിയാവില്ല ഈ സ്വലാത്ത്. അത്രക്കും ഒരു ഫീലാണ് ഈ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാൻ്റെ റസൂലിനെ മനസ്സിലോർത്തുകൊണ്ട് ഇന്നത്തെ രാവിലെ നിങ്ങൾ ചൊല്ലിക്കോളി. സകല വിഷമങ്ങളും സകല പ്രയാസങ്ങളും സകല ഇടങ്ങേറുകളും അള്ളാഹു നിങ്ങൾക്ക് മാറ്റിത്തരും. അപ്പോൾ ഇതാ നമുക്ക് ഒരുമിച്ചിട്ട് സ്വലാത്ത് 11 എണ്ണം ചൊല്ലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി എന്ന ഈ സ്വലാത്ത് 313 എണ്ണം ഇന്നത്തെ രാവിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനും ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാനും മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് ചൊല്ലിത്തീർക്കുക. എന്താവശ്യത്തിനാണോ നിങ്ങൾ ഈ നിയ്യത്താക്കി ചൊല്ലിയത് ആ കാര്യം അള്ളാഹു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, ഇന്നത്തെ രാത്രിക്കുള്ളിൽ തന്നെ അള്ളാഹു അതെല്ലാം സലാമത്തിലാക്കി തരും ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്തും ഫാത്തിഹയും ഓതിയിട്ട് ദുആ ചെയ്യാം. ഇലാ ഹദറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ.
اللهم إنك عفو تحب العفو فاعف عني 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 اللهم اتقني من النار وادخلنا الجنة يا رب العالمين اللهم اتقني من النار وادخلنا الجنة يا رب العالمين اللهم اتقني من النار وادخلنا الجنة يا رب العالمين اللهم اتقني من النار وادخلنا الجنة يا رب العالمين اللهم اتقني من النار وادخلنا الجنة يا رب العالمين اللهم اتقني من النار وادخلنا الجنة يا رب العالمين. ഇനി 11 സ്വലാത്ത് ചൊല്ലാം. മനസ്സിലെ പ്രയാസം മാറാനുള്ള സ്വലാത്താണ്. നിയ്യത്താക്കിയിട്ട് ചൊല്ലുക. اللهم صل على سيدنا محمد قد لاقت حيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت حيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت حيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت حيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت حيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت حيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت حيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت حيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت حيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت حيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت حيلتي أدركني يا رسول الله അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ റസൂലിൻ്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തുകളും അതുപോലെ തന്നെ ഫാത്തിഹയും നീ സ്വീകരിക്കണേ അല്ലാ. മദീനയിലേക്ക് എത്തിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കി തരണേ അല്ലാ. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്ത ദോഷങ്ങളും പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ അല്ലാ. റബ്ബേ, ഇന്ന് 29-ാം രാവാണല്ലോ റബ്ബേ. ഞങ്ങൾ ഈ ചൊല്ലുന്ന സ്വലാത്ത് നിയ്യത്താക്കി ചൊല്ലുന്നു. അതിൻ്റെ പുണ്യം കൊണ്ട് റബ്ബേ, ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ വിഷമിക്കുന്ന പ്രയാസങ്ങൾ നീക്കി തരണേ അല്ലാ. മാനസികമായിട്ടുള്ള പ്രയാസം നീക്കണേ അല്ലാ. മനസ്സിലെ ആഗ്രഹം നിറവേറ്റണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളും ദിക്റുകളും നീ സ്വീകരിക്കണേ അല്ലാ. ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങൾക്കൊരു മുതൽ കൂട്ടാക്കി തരണേ അല്ലാ. റബ്ബേ, സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസമാണ് റഹ്മാനെ. ഞങ്ങളെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീ തീർത്ത് തരണേ അല്ലാ. ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. റബ്ബേ, ഇന്നത്തെ രാവിലെ ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഇബാദത്ത് ചെയ്യാൻ തൗഫീക്ക് നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ പ്രയാസം മാറ്റണേ അല്ലാ. ഈ റമദാൻ മാസം കഴിയുമ്പോഴേക്കും മാനസികമായിട്ടുള്ള വിഷമങ്ങളും ശാരീരികമായിട്ടുള്ള വിഷമങ്ങളും മാറ്റി സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കല്ലാ. ഞങ്ങളെ ദുആനെ നീ തട്ടിക്കളയല്ലേ അല്ലാ. നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. നീ അല്ലാതെ ഞങ്ങൾക്കാരുമില്ല റഹ്മാനെ. നിന്നിലാണ് ഞങ്ങളെ പ്രതീക്ഷ അല്ലാ. നീ ഞങ്ങളെ കൈ ഒയ്യല്ലേ അല്ലാ. ഞങ്ങളെ കൈ മടക്കല്ലേ അല്ലാ. ദുആക്ക് ഉത്തരമില്ലാതെ മടക്കല്ലേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല അലാ ഖൈരി
خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.